എല്ലാവർക്കും നമസ്കാരം. പ്രെപ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന ടോപ്പിക്ക് കണ്ടിന്യൂ ചെയ്യുവാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ റൈറ്റ് ടു ഈക്വാലിറ്റിയും റൈറ്റ് ടു ഫ്രീഡവും ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ഈ ഒരു റൈറ്റിൻ്റെ കീഴിലാണ് ആർട്ടിക്കിൾ 23യും ആർട്ടിക്കിൾ 24ഉം വരുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 23ൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 23 prohibits traffic in human beings, beggar in bracket forced labor and other similar forms of forced labor. ഇവിടെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്താണ്, ബെഗാർ എന്താണ്, ഫോഴ്സ് ലേബർ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇത്തരം കാര്യങ്ങളിൽ നിന്നാണ് ഈ ആർട്ടിക്കിൾ 23 നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ചൂഷണത്തിൽ നിന്നുള്ളൊരു പ്രൊട്ടക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും സിറ്റിസൻസ് ആസ് വെൽ ആസ് നോൺ സിറ്റിസൻസിന് അവൈലബിൾ ആണ്. നമുക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാം ഒന്നും ഫോറിനേഴ്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഈ ഒരു കാര്യത്തിൽ പക്ഷെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ഒരു റൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ പണ്ട് യൂറോപ്യന്മാരൊക്കെ ആഫ്രിക്കക്കാരെ കൊണ്ടുപോയൊക്കെ ജോലി ചെയ്യിപ്പിച്ച പോലെ ഇവിടെയും കൊണ്ടുവന്ന് ഒരു വിധത്തിലുള്ള അവകാശങ്ങളും കൊടുക്കാണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റൈറ്റ് എല്ലാവർക്കുമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു റൈറ്റിൻ്റെ കാര്യത്തിൽ സ്റ്റേറ്റിനെതിരെയും പ്രൈവറ്റ് പേഴ്സൺസിനെതിരെയും നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും. ഒരു ഗവൺമെൻറ് ആണ് ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഒരു പ്രൈവറ്റ് പേഴ്സൻ്റെ കീഴിലാണ് ഇത്തരം ഫോഴ്സ് ലേബറൊക്കെ നടക്കുന്നതെങ്കിൽ നമുക്ക് നേരെ പോയി കേസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ സ്റ്റേറ്റിനെതിരെയും പ്രൈവറ്റ് പേഴ്സൺസിനെതിരെയും ഈ റൈറ്റ് അവൈലബിൾ ആണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ്. ഈ ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുമ്പോൾ ഒരു 4 കാറ്റഗറി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെല്ലിംഗ് ആൻഡ് ബൈയിങ് ഓഫ് മെൻ, വുമൻ ആൻഡ് ചിൽഡ്രൻ ലൈക്ക് ഗുഡ്സ്. ഒരു വിൽപ്പന ചരക്ക് പോലെ ഈ ചന്തയിലൊക്കെ കൊണ്ടുവന്ന് നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കാണാറില്ലേ, ഈ ചരിത്ര സിനിമകളൊക്കെ കാണുമ്പോൾ അവിടെയൊക്കെ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും അതിലത്തെ ഹീറോയിനൊക്കെ ഇങ്ങനെ ഒരു ചന്തയിൽ കൊണ്ടുവന്ന് വിറ്റ് അടിമയായിട്ടൊക്കെ പോകുന്ന ആളായിരിക്കും പിന്നീട് വലിയ സ്ഥാനങ്ങളിലേക്ക് കയറി പോകുന്നുണ്ടാവുക. അപ്പം അത്തരം രീതിയിലുള്ള വിൽപ്പന, അതുപോലെ തന്നെ ഇമ്മോറൽ ട്രാഫിക് ഇൻ വിമൻ ആൻഡ് ചിൽഡ്രൻ ഇൻക്ലൂഡിങ് പ്രോസ്റ്റിറ്റ്യൂഷൻ, അവരെ ഇത്തരം ജോലികൾക്കായിട്ട് അവരെ വിൽക്കുന്നതും അവരെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതൊക്കെ ഈ ഒരു റൈറ്റിനെതിരെയുള്ള ഒരു പ്രവർത്തനമാണ്. അതുപോലെ തന്നെ ദേവദാസി, തമിഴ്നാട്, കർണാടകം പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഈ ദേവദാസി സിസ്റ്റം നിലനിന്നിരുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ പ്രൊഹിബിറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം സ്ലേവറിയാണ്. ആരും നമ്മളെ അടിമകളായിട്ട് പണിയെടുപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മൗലിക അവകാശം ലംഘിച്ചു എന്ന് പറഞ്ഞ് മാത്രമല്ല കേസ് കൊടുക്കാൻ പറ്റുക. ഒരു നിയമം തന്നെ ഇതിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് ഓഫ് 1956 ആണ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ക്രൈറ്റീരിയകൾ പ്രകാരം ഏതെങ്കിലും രീതിയിലുള്ള ചൂഷണം നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇമ്മോറൽ ട്രാഫിക്കിംഗ്, ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബെഗാർ എന്താണെന്നുള്ളതാണ്. ബെഗാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പൽസറി വർക്ക് വിത്തൗട്ട് റെമ്യൂണറേഷൻ ആണ്. നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു കൂലിയും തരാതെ നമ്മളെ കൊണ്ട് നിർബന്ധപൂർവ്വം പണിയെടുപ്പിക്കുന്ന രീതി. ഇത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ആർട്ടിക്കിൾ 23ൽ ഇത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം തന്നെ ഇന്ത്യയിൽ ഇത് വളരെയധികം നിലനിന്നിരുന്ന ഒരു കാര്യമായിരുന്നു. പണ്ട് ഇവിടെ ജന്മിമാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കുറേ പാട്ടക്കാരൊക്കെ ഇങ്ങനെ പണിയെടുപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഈ ബെഗാറിൻ്റെ കൂടെ തന്നെ ഫോഴ്സ്ഡ് ലേബറും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെയും കൊണ്ട് നിർബന്ധപൂർവ്വം, നമുക്കിപ്പോൾ കൂലി തന്നാലും നമ്മളെയും കൊണ്ട് നിർബന്ധപൂർവ്വം പണിയെടുപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ കൂലിയിൽ പ്രോപ്പറായിട്ടുള്ള വേതനം ഒന്നും തരാണ്ട് നമ്മളെയും കൊണ്ട് പണിയെടുപ്പിക്കുക, ഇതും നമ്മളുടെ ആർട്ടിക്കിൾ 23 പ്രകാരം തെറ്റാണ്. ഇവിടെ ഫോഴ്സ് ലേബർ എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ലീഗൽ ഫോഴ്സ് വഴി മാത്രമല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഫിസിക്കൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഗുണ്ടകളെ കൊണ്ടുവന്നോ പോലീസിനെ കൊണ്ടുവന്നോ, അല്ലെങ്കിൽ എന്താ ഈ ലീഗൽ എന്ന് പറയുമ്പോൾ ഒരു നിയമം കൊണ്ടുവന്നോ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതാണ്. ഇവിടെ നിയമം കൊണ്ടുവരുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റും ചൂഷണം ചെയ്യാം. സ്റ്റേറ്റ് അതുപോലെ തന്നെ പ്രൈവറ്റ് പേഴ്സൺസും ഈ ഒരു കാര്യത്തിൽ ബാധകമാണ്. ഈ ഫിസിക്കൽ ലീഗൽ ഫോഴ്സ് മാത്രമല്ല, ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതെന്താ? എക്കണോമിക് സർക്കംസ്റ്റാൻസസ്. നമുക്ക് വളരെ സാമ്പത്തികമായിട്ട് പ്രശ്നമുള്ളൊരു സമയത്ത് നമ്മളെ കൊണ്ട് തുച്ഛമായ കൂലിക്ക് പണിയെടുപ്പിക്കുന്നത്, നമുക്ക് മാന്യമായിട്ടുള്ള വേതനം നൽകാതിരിക്കുന്നതും ഈ ഒരു റൈറ്റ് പ്രകാരം തെറ്റാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ, ഈ ചൂഷണമൊക്കെ ഇല്ലാതാക്കാനായിട്ട് കുറച്ച് നിയമങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ബോണ്ടഡ് ലേബർ സിസ്റ്റം എബോളിഷൻ ആക്ട് 1976, മിനിമം വേജസ് ആക്ട് 1948, കോൺട്രാക്ട് ലേബർ ആക്ട് 1970 ആൻഡ്
ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976. അപ്പോൾ ഇത് പ്രകാരമൊക്കെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ശമ്പളം തരണം. നമുക്ക് ആണായാലും പെണ്ണായാലും കൂടുതലും സെയിം ആയിട്ടുള്ള ശമ്പളം തരാൻ ശ്രമിക്കണം. കോൺട്രാക്ട് ലേബറിൻ്റെ സമയത്ത് എന്തൊക്കെയാണുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ പ്രോപ്പറായിട്ട് തന്നെ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ നിയമത്തിന് ഒരു ബാക്കിംഗ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. പിന്നെ ഇവിടെ ഒരു എക്സെപ്ഷൻ നൽകുന്നുണ്ട്. ഗവൺമെന്റിന് ചില സമയത്ത് നമ്മളെയും കൊണ്ട് നിർബന്ധിതമായിട്ട് പണിയെടുപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സോഷ്യൽ സർവീസ് ചെയ്യേണ്ട സമയം, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യ യുദ്ധത്തിലാണ്, അപ്പോൾ മിലിറ്ററി സർവീസിലോട്ട് ആൾക്കാർ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് നിർബന്ധിപ്പിച്ച് നമ്മളുടെ ജനങ്ങളെയും കൊണ്ട് മിലിറ്ററിയിലൊക്കെ പ്രവർത്തിപ്പിക്കാവുന്നതാണ്. ആ സമയത്ത് ഇത് ഫോഴ്സ്ഡ് ലേബർ ആണ്, ഇത് ബോണ്ടഡ് ലേബർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ സർക്കാരിന് എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുമ്പോൾ യുക്രൈൻ പൗരന്മാർ യുക്രൈൻ സൈന്യത്തിൽ പോയി ചേരുന്നു. അതുപോലെ തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുമ്പോൾ ഇസ്രായേലുകാർ കുറേ പേര് ആ സൈന്യത്തിൽ ചേരുന്നു. അങ്ങനെ നമ്മളുടെ രാജ്യത്തിനും ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജനങ്ങളെയും സൈന്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. അതിനു വേണ്ടി തന്നെയാണ് ഇവിടെ ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഹവർ ഇൻ ഇമ്പോസിംഗ് സച്ച് സർവീസ് സ്റ്റേറ്റ് ഈസ് നോട്ട് പെർമിറ്റഡ് ടു മേക്ക് എനി ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓൺലി ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ് ഓർ ക്ലാസ്. ഇവിടെ ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഇപ്പോൾ സൈന്യത്തിൽ യുദ്ധം ചെയ്യാനായിട്ട് വിളിക്കുമ്പോൾ ദളിതർ മാത്രം വന്നാൽ മതി, അല്ലെങ്കിൽ OBC-കാർ മാത്രം വന്നാൽ മതി, അല്ലെങ്കിൽ കങ്കണ റണൌട്ടൊക്കെ പറയുന്ന പോലെ ക്ഷത്രിയർ മാത്രം വന്നാൽ മതി, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. എല്ലാ ജനങ്ങളെയും യുദ്ധത്തിനോ സോഷ്യൽ സർവീസിനോ ആയിട്ട് വിളിക്കാം. അല്ലാതെ ഡിസ്ക്രിമിനേഷൻ നടത്തിയിട്ടൊന്നും അത്തരം കാര്യങ്ങൾ ചെയ്യരുതെന്ന് പ്രത്യേകം ആ എക്സെപ്ഷൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ആർട്ടിക്കിൾ 24 ആണ്. ഇവിടെ പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് ആണ്. ബാലവേല നിരോധിക്കുന്ന ഒരു നിയമമാണിത്. ഇവിടെ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പണിയെടുക്കുന്നതിനെതിരെയാണ് ഈ ഒരു നിയമം വന്നിട്ടുള്ളത്. അവരെ ഒരു വിധത്തിലുള്ള ഹസാഡസ് ആക്ടിവിറ്റീസിലും ഉൾപ്പെടുത്തരുത്. ഇന്ത്യയിൽ ഈ ബാലവേല വളരെയധികം നിലനിന്നിരുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്ലം ഡോഗ് മില്യനയറിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലൊക്കെ മൈൻസിലൊക്കെ അവിടെ ചില കുഴികളിലൊക്കെ കൈയിടാനായിട്ട് വലിയവർക്ക് പറ്റില്ല, ചെറിയ കുട്ടികൾക്കേ പറ്റുള്ളൂ. അവർക്കല്ലാത്തുള്ള മെഷീനറീസ് ഉണ്ടാവില്ല. അതുകൊണ്ട് കുട്ടികളൊക്കെ ഇത്തരം പണികൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നിരോധിക്കുന്ന ഒരു നിയമമാണിത്. അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ബാല്യം ഇല്ലാതായി പോകും. അതുപോലെ തന്നെ അവരെ പല വിധത്തിലുള്ള അവരുടെ സ്കൂളിങ് കാര്യങ്ങളൊക്കെ അവർക്ക് മുടങ്ങിപ്പോവും. അതുകൊണ്ട് തന്നെ ഈ ഒരു ആർട്ടിക്കിൾ 24 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഇവിടെ ഹാംലെസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും പ്രൊഹിബിറ്റ് ചെയ്യുന്നില്ല. ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന കുട്ടികളൊക്കെ ഇല്ലേ, അവരെയൊക്കെ അനുവദിക്കുന്നത് ഇത്തരം ഹാംലെസ് ആയിട്ടുള്ള ജോലി അവർക്ക് ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അവരെ പക്ഷേ അവരുടെ പഠനത്തിനെ ഒന്നും ബാധിക്കുന്ന രീതിയിൽ ഒരു വിധത്തിൽ അവരെ ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പോകുന്നില്ലേ, കുട്ടികളെ പണിയെടുപ്പിക്കുന്നില്ലല്ലോ എന്ന് ഉറപ്പിക്കാനായിട്ട് കുറേ നിയമങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986 ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ട്. പിന്നെ ഫാക്ടറീസ് ആക്ട്, മൈൻസ് ആക്ട്, BD ആക്ട്, അങ്ങനത്തെ പല ആക്ടുകൾ വരുന്നുണ്ട്. അതിലൊക്കെ പ്രോപ്പറായിട്ട് ഇത്തരം ഫാക്ടറികളിലൊന്നും കുട്ടികളെ ഒരിക്കലും ഉപയോഗിക്കരുത്, അവരെ പണിയെടുപ്പിക്കരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ 1996 സുപ്രീം കോടതി ഒരു ചൈൽഡ് ലേബർ റീഹാബിലിറ്റേഷൻ വെൽഫെയർ ഫണ്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുട്ടികളൊക്കെ പണിയെടുപ്പിക്കുന്ന കാണുകയാണെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള കോമ്പൻസേഷൻ നൽകണം എന്ന് പറഞ്ഞിട്ടാണ് ഇത്തരം ഒരു വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. പിന്നെ ദ കമ്മീഷൻസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് 2005 കൊണ്ടുവന്നിട്ട് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഒക്കെ കുട്ടികളുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കമ്മീഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് കുട്ടികളെ അടിക്കുകയോ അവരെ പീഡിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ കമ്മീഷനുകൾ വന്ന് ഇടപെടുന്നത് നമ്മൾ കാണാറുണ്ട്. പിന്നെ കുട്ടികളുടെ റൈറ്റ്സ് ലംഘിക്കപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കേസ് നടത്തണം, സ്പീഡി ട്രയൽസ് നടത്തണം, വിചാരണ പെട്ടെന്ന് തന്നെ നടത്തി ശിക്ഷ വിധിക്കണം. അതുപോലെ തന്നെ കോമ്പൻസേഷൻസ് കൊടുക്കാനാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് കൊടുക്കണം. പിന്നെ 2006 ഗവൺമെൻറ് കുട്ടികളെ ഏതെങ്കിലും രീതിയിലുള്ള ജോലി ചെയ്യിപ്പിക്കുന്നത് ബാൻ ചെയ്തിട്ടുണ്ട്. അത് റെസ്റ്റോറൻറ്റ്സിലായിക്കോട്ടെ, ധാബയിലായിക്കോട്ടെ, ഹോട്ടൽസിലായിക്കോട്ടെ, ഫാക്ടറീസിലായിക്കോട്ടെ, അവരെ ഡൊമസ്റ്റിക് സെർവൻസ് ആയിട്ടായിക്കോട്ടെ, ഏത് രീതിയിൽ പണിയെടുപ്പിച്ചാലും അത് കേസായിട്ട് മാറും. അത്തരം കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ശിക്ഷ കിട്ടുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ധാബകളിലൊക്കെ കുട്ടികൾ പണിയെടുക്കുന്നത്. അത് പലപ്പോഴും ഈ ഫാമിലി ബിസിനസ്സൊക്കെ ആയിരിക്കും. അവരുടെ പഠനത്തെ ബാധിക്കാത്ത രീതിയിൽ വേണം അവരെയും കൊണ്ട് പണിയെടുപ്പിക്കാനായിട്ട്. അതൊരു ജോലി എന്നുള്ള രീതിയിലല്ല, ഒരു വീട്ടിലെ ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ മാത്രമാണ് അവർ ചെയ്യാറ്. ജോലിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് കേസായിട്ട് മാറും, ശിക്ഷയുണ്ടാവും. പിന്നെ ഈ ഒരു ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് അമെൻഡ് ചെയ്തിട്ട് 2016 അമെൻഡ് ചെയ്തതിനു ശേഷം അതിനെ ഇപ്പോൾ പറയുന്നത് ചൈൽഡ് ആൻഡ് അഡോളസന്റ് ലേബർ ആക്ട് എന്നാണ്. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ്. ഈ ഒരു റൈറ്റിൻ്റെ ഉള്ളിലാണ് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ വരുന്നത്. ആർട്ടിക്കിൾ 25 പറയുന്നത്
ഫ്രീഡം ഓഫ് കൺസൈൻസ്, ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊഫഷൻ ഓഫ് റിലീജിയൻ ആണ്. അപ്പോൾ ഫ്രീഡം ഓഫ് കൺസൈൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിന് ഉതകുന്ന രീതിയിൽ, നമ്മളുടെ മനസ്സാക്ഷിക്ക് ഉതകുന്ന രീതിയിൽ ഏത് വിശ്വാസം ആയിക്കോട്ടെ, അതൊരു പ്രൊമിനൻറ്റ് റിലീജിയൻ, ക്രിസ്ത്യൻ, ഹിന്ദു, ഇസ്ലാം അങ്ങനെയുള്ള വിശ്വാസങ്ങളോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പേര് മാത്രം വിശ്വസിക്കുന്ന, നമ്മൾ മാത്രമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തൊരു വിശ്വാസം ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിശ്വസിക്കാൻ പറ്റും. ആരും ചകഞ്ഞ് വന്ന് നിങ്ങൾ ഈ ഒരു വിശ്വാസം ഫോളോ ചെയ്യുന്ന ആളാണല്ലേ, നിങ്ങളെ ഞാൻ ജയിലിൽ പിടിക്കാമെന്നും പറഞ്ഞിട്ട് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അപ്പോൾ അതാണ് ആദ്യം പറയുന്നത് ഫ്രീഡം ഓഫ് കൺസൈൻസ്. അതിനുശേഷം റൈറ്റ് ടു പ്രൊഫസ്, നിങ്ങൾ ഏത് വിശ്വാസമാണോ പാലിക്കുന്നത് അത് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ടും ഫ്രീ ആയിട്ടും വിളിച്ച് പറയാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് പറയാം ഞാൻ ഇന്ന ഒരു വിശ്വാസമാണ് കൊണ്ടുപോകുന്നതെന്ന്. അതിനുശേഷം റൈറ്റ് ടു പ്രാക്ടീസ്, നിങ്ങളുടെ ആ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആചാരങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ആരെയും ഉപദ്രവിക്കാത്തടത്തോളം അവിടെ ഒരു വിധത്തിലുള്ള റെസ്ട്രിക്ഷനായിട്ട് വരുന്നതല്ല. പിന്നെ റൈറ്റ് ടു പ്രൊപ്പഗേറ്റ്, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള മൂല്യങ്ങളും കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പറയാം, നിങ്ങൾക്ക് പൊതുമധ്യത്തിൽ പ്രഘോഷിക്കാൻ പറ്റും. പക്ഷെ അതിനർത്ഥം നിങ്ങൾക്ക് ആരെയും കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നൊന്നുമല്ല. ഇവിടെ കൺവേർട്ട് ചെയ്യുന്നത് നിയമവിരുദ്ധം തന്നെയാണ്. നിർബന്ധിതമായിട്ട് ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് ആരെയെങ്കിലും മാറ്റുകയാണെങ്കിൽ അത് കേസായിട്ട് മാറും. പിന്നെ ഇവിടെ നമ്മൾ നോക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് എല്ലാവർക്കും അവൈലബിൾ ആണ്. ഈ ഒരു റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനിലത്തെ എല്ലാ റൈറ്റ്സും, ഈ ഒരു ആർട്ടിക്കിൾ 25 28 വരെയുള്ള എല്ലാ റൈറ്റ്സും എല്ലാവർക്കും അവൈലബിൾ ആണ്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള വിശ്വാസങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. അതൊരു വിദേശിയാണെങ്കിൽ പോലും. ഇവിടെ വരുമ്പോൾ നമ്മൾ ഇന്ത്യ ഒരു മതനിരപേക്ഷതയുടെ രാജ്യമാണ്. ഇവിടുത്തെ സെക്യുലറിസത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സെക്യുലറിസം ഒരു പോസിറ്റീവ് സെക്യുലറിസം ആണ്. എല്ലാ മതങ്ങളിൽ നിന്നും അകലം പാലിക്കുന്നതല്ല, എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുന്നതാണ് ഇവിടുത്തെ സെക്യുലറിസം നമ്മൾ ഫോളോ ചെയ്യുന്നത്. പിന്നെ ഇവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഈ ഒരു അവകാശങ്ങളൊക്കെ തരുമ്പോഴും നിങ്ങൾ ഇഷ്ടം പോലെ വിശ്വാസം കൊണ്ട് നടന്നോ, ഇഷ്ടം പോലെ ആചാരങ്ങൾ കൊണ്ട് നടന്നോ എന്നൊന്നുമല്ല പറയുന്നത്. പബ്ലിക് ഓർഡർ, അതുപോലെ തന്നെ മൊറാലിറ്റി, ഇതിനൊക്കെ ബാധിക്കുകയാണെങ്കിൽ നമ്മളെ ഗവൺമെൻറ് പറയും നിങ്ങളിത് ചെയ്യാൻ പാടില്ല, ഇത് മറ്റുള്ളവർക്ക് പ്രശ്നമാവുന്നുണ്ടെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ആചാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ചില വിശ്വാസങ്ങളിലൊക്കെ നരബലിയൊക്കെ ഉണ്ടാവാറുണ്ട്. അത് അവരുടെ ആചാരമാണെന്നും പറഞ്ഞിട്ട് നമ്മൾ അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് തന്നെ പബ്ലിക് ഓർഡറിനെയോ മൊറാലിറ്റിയോ ബാധിക്കുന്ന എന്തെങ്കിലും ആണെങ്കിൽ അത് നമ്മളുടെ ഗവൺമെൻറ്റിന് വേണ്ടെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, വിശ്വാസത്തെ മാത്രമല്ല പ്രാക്ടീസസിനെയും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ റൈറ്റ് ടു പ്രാക്ടീസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പ്രാക്ടീസസിനെയും കുറിച്ചും കൂടിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രാക്ടീസിൻ്റെ കാര്യത്തിലാണെങ്കിലും അവകാശങ്ങളുണ്ട്. അതുപോലെ തന്നെ അത് പബ്ലിക് ഓർഡറിനെയോ മൊറാലിറ്റിയോ ബാധിക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് വേണ്ടെന്ന് പറയാനും പറ്റും. പിന്നെ ഗവൺമെൻറ്റിന് ചില കാര്യങ്ങളിലൊക്കെ ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെ കാര്യങ്ങളിലാണ്? ഇപ്പോൾ ഒരു സെക്യുലർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം, ഇപ്പോൾ എന്താ പറയുക, എക്കണോമിക്, ഫിനാൻഷ്യൽ, പൊളിറ്റിക്കൽ ഓർ അതർ സെക്യുലർ ആക്ടിവിറ്റി അസോസിയേറ്റഡ് വിത്ത് റിലീജിയസ് പ്രാക്ടീസ്. ഇപ്പോൾ നമ്മളെ ശബരിമലയുടെ കാര്യത്തിൽ തന്നെ ആ ഒരു അമ്പലമൊക്കെ മെയിൻറ്റെയിൻ ചെയ്തൊക്കെ പോകുന്നത് നമ്മളെ ഗവൺമെൻറ്റാണ്, ദേവസ്വം ബോർഡ് വഴി. അപ്പോൾ ആ ഒരു സെക്യുലർ എക്കണോമിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ നമ്മളെ ഗവൺമെൻറ്റിന് തന്നെ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ആകെ ഒരു വിശ്വാസത്തിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴാണ് ഗവൺമെൻറ് ഇടപെടാതിരിക്കുക. അതുപോലെ തന്നെ ഹിന്ദു റിലീജിയനിൽ റിഫോംസ് കൊണ്ടുവരാനും ഗവൺമെൻറ്റിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ഇവിടെ ദളിതരെയൊക്കെ പല അമ്പലങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പല വിധത്തിലുള്ള സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഗവൺമെൻറ്റിന് അക്കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ അനുവദിക്കണം. അതും ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഗവൺമെൻറ്റിന് ഇത്തരം കാര്യങ്ങളിൽ നമ്മളുടെ ഇവിടുത്തെ സൊസൈറ്റീനെ തന്നെ റിഫോം ചെയ്യാനായിട്ട് ഹിന്ദു മതത്തിലേതായിട്ടുള്ള തെറ്റായ ആചാരങ്ങളെയൊക്കെ ഇല്ലാതാക്കാനും നമ്മളുടെ ഈ ഒരു ഭരണഘടന പ്രകാരം അനുവാദം നൽകിയിട്ടുണ്ട്. പിന്നെ ആർട്ടിക്കിൾ 25 തന്നെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ഈ കൃപാൻ കൊണ്ടുപോകുന്നത്, നമ്മളുടെ സിഖുകാരൊക്കെ കൃപാൻ കൊണ്ടുപോകുന്നതൊക്കെ അവരുടെ മതപരമായിട്ടുള്ളൊരു ആചാരത്തിൻ്റെ, അവരുടേതായിട്ടുള്ള മതപരമായിട്ടുള്ള ആ ഒരു പ്രൊഫഷൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇവിടെ ഹിന്ദുസ് എന്ന് പറയുമ്പോൾ വെറുതെ ഹിന്ദു മതം വിശ്വസിക്കുന്നവർ മാത്രമല്ല, നമ്മളെ ജെയിൻസിനെയും സിഖ്സിനെയും ബുദ്ധന്മാരെയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും നമ്മൾ ആർട്ടിക്കിൾ 25 പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ആർട്ടിക്കിൾ 26 ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. ഇവിടെ നമുക്ക് മതപരമായിട്ട് നമ്മളുടെ മതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകാനുള്ള അവകാശമാണ് നൽകുന്നത്. നമ്മൾ മുന്നത്തെ റൈറ്റിൽ ആർട്ടിക്കിൾ 25 കുറച്ചും കൂടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റൈറ്റ്സ് ആണ് കണ്ടിരുന്നത്. അതായത് നമ്മളുടെ മതവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള അവകാശങ്ങൾ, നമുക്ക് വിശ്വസിക്കാനും നമ്മളുടെ വിശ്വാസം മറ്റുള്ളവരോട് പറയാനുള്ള അവകാശം. ഇവിടെ നമുക്കൊരു
കളക്റ്റീവ് ആയിട്ടുള്ള ഫ്രീഡം ആണ് പറയുന്നത്. കളക്റ്റീവ് ഫ്രീഡം എന്ന് പറയുമ്പോൾ നമുക്കൊരു മതം എന്ന രീതിയിലുള്ള അവകാശം, ഹിന്ദു മതവിശ്വാസികൾക്ക് എല്ലാവർക്കും കൂടിയുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 26 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ വിശ്വാസികൾക്ക് എല്ലാവർക്കും കൂടി ഉള്ള ഒരു അവകാശമാണ് ആർട്ടിക്കിൾ 26 വരുന്നത്. ആർട്ടിക്കിൾ 25 വരുമ്പോൾ നമുക്ക് ഒരാൾ എന്നുള്ള രീതിയിൽ, നമ്മളെന്ന രീതിയിലുള്ള അവകാശം മാത്രമാണ് വരുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 25 ഇൻഡിവിജ്വൽ ഫ്രീഡം ആണെങ്കിൽ ഇവിടെ ഒരു കളക്റ്റീവ് ഫ്രീഡം ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ പ്രകാരം എല്ലാ വിശ്വാസികൾക്കും, ഓരോ റിലീജിയസ് ഡിനോമിനേഷൻ്റെ വിശ്വാസികൾക്കും ചില റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസസ്. ഇപ്പോൾ ഒരു റിലീജിയസ് പർപ്പസസിനായിട്ട് ഇപ്പോൾ ഒരു അമ്പലമോ ഒരു മുസ്ലിം പള്ളിയോ ഒരു ക്രിസ്ത്യൻ പള്ളിയോ ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്തു പോകാനും, അതുപോലെ തന്നെ ചാരിറ്റബിൾ പർപ്പസസിനായിട്ട് ഇപ്പോൾ നമ്മൾ കാണാറുണ്ട് എല്ലാ മതങ്ങൾക്കും അവരുടേതായിട്ടുള്ള ചാരിറ്റബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ടു മാനേജ് ഇറ്റ്സ് ഓൺ അഫയേഴ്സ് ഇൻ മാറ്റേഴ്സ് ഓഫ് റിലീജിയൻ. അവരുടേതായിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യം പ്രോപ്പറായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ അവിടെ ആരും ഇടപെടാൻ പാടില്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ സെക്യുലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ഇടപെടാറുണ്ട് എന്നുള്ള കാര്യം. ഇപ്പോൾ ശബരിമലയാണെങ്കിൽ ശബരിമലയുടെ സെക്യുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമ്മുടെ ഗവൺമെന്റ് ആണ് ചെയ്യാറുള്ളത്. പക്ഷെ മതപരമായിട്ടുള്ള കാര്യത്തിൽ പോയിട്ട് ഗവൺമെന്റിന് ഇടപെടാൻ പറ്റില്ല. അതിനുശേഷം റൈറ്റ് ടു ഓൺ ആൻഡ് എക്വയർ മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇപ്പോൾ നമ്മളുടെ മതങ്ങൾക്ക് തന്നെ പല വിധത്തിലുള്ള മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ടാവും. ഇപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു സ്ഥലം, നമുക്കൊരു അമ്പലം, ഒരു പള്ളി, അതൊക്കെ ഇരിക്കുന്ന സ്ഥലം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ മൂവബിൾ പ്രോപ്പർട്ടി, ഇപ്പോൾ അമ്പലത്തിന് അതിൻ്റെതായിട്ടുള്ള വാഹനം വേണം, അതൊക്കെ വാങ്ങിക്കാൻ പറ്റും. അത് ഒരു കളക്റ്റീവായിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്, അല്ലേ, ഇൻഡിവിജ്വൽ ആയിട്ടല്ല. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാനും വിൽക്കാനും ഒക്കെ അവകാശമുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ടു അഡ്മിനിസ്റ്റർ സച്ച് പ്രോപ്പർട്ടി ഇൻ അക്കോർഡൻസ് വിത്ത് ലോ. ഇപ്പോൾ ഒരു നിയമപ്രകാരമായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും അവർക്ക് അവകാശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു മതത്തിൻ്റെ കളക്റ്റീവായിട്ടുള്ള ഫ്രീഡമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണുള്ളത്? എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഇവരുടേതായിട്ടുള്ള ചാരിറ്റബിളും അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മതപരമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട്, മതമായിട്ട് മാത്രം ബന്ധപ്പെട്ടിട്ടുള്ള സെക്യുലർ ആയിട്ടുള്ള കാര്യങ്ങൾ, എക്കണോമിക് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ഒക്കെ നമ്മളുടെ ഗവൺമെന്റിനെ റെഗുലേറ്റ് ചെയ്യാം. പക്ഷേ സ്ട്രിക്ട്ലി മതം മാത്രമാണ് ഇൻവോൾവ് എങ്കിൽ അവിടെ ഗവൺമെന്റ് വന്ന് ഇടപെടില്ല. പക്ഷേ ആർട്ടിക്കിൾ 25 തന്നെ പറയുന്നുണ്ട്, ഹിന്ദു മതത്തിൽ എന്തെങ്കിലും ചൂഷണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ റിഫോംസിനായിട്ട് ഇടപെടാൻ നമ്മളുടെ ഗവൺമെന്റിന് പറ്റുമെന്നുള്ള രീതിയിൽ. അപ്പോൾ അവിടെ മാത്രം ഇടപെടാം, അല്ലാതെ ഉള്ള രീതിയിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പാടില്ല. പിന്നെ ഈ മതങ്ങൾക്കൊക്കെ അവരുടേതായിട്ടുള്ള പ്രോപ്പർട്ടി ഓണും അക്വയറും ചെയ്യാൻ പറ്റും, പിന്നെ അവരുടെ പ്രോപ്പർട്ടി അഡ്മിനിസ്റ്റർ ചെയ്യാനും പറ്റും. പക്ഷെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും രീതിയിൽ അത് പബ്ലിക് ഓർഡറിനെയോ മൊറാലിറ്റിയോ ബാധിക്കുകയാണെങ്കിൽ അങ്ങനെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്, റെസ്ട്രിക്ഷൻസ് വെക്കാനുള്ള അധികാരമുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഈ ഒരു അവകാശം നമുക്ക് ഉന്നയിക്കാൻ പറ്റില്ല. ഇനി റിലീജിയസ് ഡിനോമിനേഷൻസിനല്ലേ ഈ ഒരു കളക്റ്റീവ് ഫ്രീഡം നൽകിയിട്ടുള്ളത്. പക്ഷെ എല്ലാ വിശ്വാസികളുടെ സമൂഹമൊന്നും ഒരു റിലീജിയസ് ഡിനോമിനേഷനായി മാറില്ല. അതിനായിട്ട് ചില പ്രത്യേക കണ്ടീഷൻസ് ഫോളോ ചെയ്യണം. അത് സുപ്രീം കോടതി തന്നെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വാസികളുടെ സമൂഹത്തിന് ഒരു സിസ്റ്റം ഓഫ് ബിലീഫ്സ് ഉണ്ടാവണം. ആ സമൂഹത്തിലെ എല്ലാവരും അംഗീകരിക്കുന്ന കുറച്ച് വ്യവസ്ഥാപിതമായിട്ടുള്ള വിശ്വാസങ്ങൾ, കുറച്ച് ഡോക്ട്രൈൻസ്, അത് അവരുടെ സ്പിരിച്വൽ വെൽബീയിങ്ങിന്, ഒരു ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർ തെളിയിക്കാൻ വേണം. പിന്നെ അവർക്കൊരു കോമൺ ഓർഗനൈസേഷൻ വേണം, അതുപോലെ തന്നെ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പേര് വേണം. ഇപ്പോൾ ഹിന്ദു മതവിശ്വാസികൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മളുടെ ആനന്ദമാർഗ, അതുപോലെ തന്നെ രാമകൃഷ്ണ മിഷനൊക്കെ ഹിന്ദു മതത്തിൻ്റെ തന്നെ റിലീജിയസ് ഡിനോമിനേഷൻസ് ആണെന്ന് നമ്മുടെ സുപ്രീം കോടതി അംഗീകരിച്ചത്. പക്ഷേ അറബിന്ദ സൊസൈറ്റി ഒരു റിലീജിയസ് ഡിനോമിനേഷൻ അല്ലെന്നും നമ്മളെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളെ ശബരിമല കേസ് വന്നപ്പോൾ അയ്യപ്പ വിശ്വാസികൾ ഹിന്ദു മതത്തിലെ പ്രത്യേകം ഒരു റിലീജിയസ് ഡിനോമിനേഷൻ ആണെന്ന് വാദം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത് അവർ ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 25 പ്രകാരം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഹിന്ദു മതത്തിൽ റിഫോംസ് കൊണ്ടുവരാൻ ഗവൺമെന്റിന് അവകാശമുണ്ട്. അപ്പോൾ ഹിന്ദു മതത്തിലത്തെ പ്രത്യേകം ഒരു റിലീജിയസ് ഡിനോമിനേഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും, അവരുടെ ഇന്റേണൽ അഫയേഴ്സിൽ ഗവൺമെന്റ് ഇടപെടാതിരിക്കും. അതുകൊണ്ടാണ് പ്രത്യേകം ഒരു റിലീജിയസ് ഡിനോമിനേഷനാണ് അയ്യപ്പ വിശ്വാസികൾ എന്ന് പറയാൻ അവർ ശ്രമിച്ചത്. ഇത് അംഗീകരിച്ചത് ആകെ ഇന്ദു മൽഹോത്ര എന്നുള്ളൊരു ജഡ്ജി മാത്രമായിരുന്നു. അവർ പറഞ്ഞു ഇവരൊരു പ്രത്യേകം റിലീജിയസ് ഡിനോമിനേഷൻ ആണ്, അപ്പോൾ സ്ത്രീകൾ പ്രവേശിക്കാതിരിക്കുന്നത് അവരുടെ ഒരു ഇന്റേണൽ അഫെയർ ആണ്, അതുകൊണ്ട് മാത്രം
അവരുടെ ആ ഒരു കാര്യത്തിൽ പോയി ഇടപെടരുതെന്ന് ഇന്ദു മൽഹോത്ര പറഞ്ഞു. പക്ഷെ ആ ഒരു ജഡ്ജി മാത്രമാണ് ഇങ്ങനത്തെ ഒരു അഭിപ്രായം പറഞ്ഞത്. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു ശബരിമല അയ്യപ്പ വിശ്വാസികൾ എന്ന് പറയുന്നത് പ്രത്യേകം റിലീജിയസ് ഡിനോമിനേഷൻ ഒന്നുമല്ല, അവർ ഹിന്ദു മതത്തിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടേതായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഫോളോ ചെയ്തു പോകുന്നത്, അവർ പ്രത്യേകം റിലീജിയസ് ഡിനോമിനേഷൻ ആയിട്ട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സ്ത്രീ പ്രവേശം അനുവദിച്ചത്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ആർട്ടിക്കിൾ 27 ആർട്ടിക്കിൾ 27 ഫ്രീഡം ഫ്രം ടാക്സേഷൻ ആണ്. ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ മതപരമായിട്ടുള്ള കാര്യങ്ങളുടേതായിട്ടുള്ള പ്രമോഷനൊക്കെ ആയിട്ട് ഒരിക്കലും നമുക്ക് ആ മതത്തെ പോയിട്ട് ടാക്സ് ചെയ്യാനൊന്നും പറ്റില്ല. ഇതാണ് ആർട്ടിക്കിൾ 27 പറയുന്നത്. അതുപോലെ തന്നെ ടാക്സ് വഴി കിട്ടുന്ന കാശൊന്നും ഈ മതങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് ഗവൺമെന്റ് ഒരിക്കലും ഉപയോഗിക്കരുത്. ഇപ്പോൾ ഒരു മതത്തെ ഫേവർ ചെയ്യാനും പാടില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു മതമാണ് ഇന്ത്യയുടെ മതം എന്ന് പറഞ്ഞിട്ട് അവരെ ഈ രാജ്യത്തിന്റെ മതമാണ്, ഇവർക്ക് വേണ്ടി ഞങ്ങളെല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഗവൺമെന്റിന് ഒരിക്കലും ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ടാക്സ് മണിയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാം, പക്ഷെ എല്ലാ മതത്തിനും ഒരുപോലെ അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കണം. കൂടുതലും സെക്യുലർ ആക്ടിവിറ്റീസിലോട്ടായിട്ട് വേണം ഇത്തരം ടാക്സ് വഴി കിട്ടുന്ന കാശൊക്കെ ഉപയോഗിക്കാനായിട്ട്. മതങ്ങളുടെ നിന്നായിട്ട് ഒരു വിധത്തിലും അവരുടേതായിട്ടുള്ള ഒരു കാര്യത്തിനും ടാക്സ് നമുക്ക് ഈടാക്കാൻ പറ്റില്ല. പക്ഷേ ടാക്സ് ഈടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ, ഫീസ് ഈടാക്കാം. ഇപ്പൊ ഏതെങ്കിലും ഒരു സെക്യുലർ ആക്ടിവിറ്റി നടത്താനായിട്ട്, ഇപ്പോൾ ഒരു അമ്പലത്തിന്റെ അവിടെ ഒരു ടോയ്ലറ്റ് പണിയാനോ അല്ലെങ്കിൽ അവിടേക്ക് ഒരു ഗതാഗതം ഒരുക്കാനൊക്കെ ആയിട്ട് ഫീസൊക്കെ ഈടാക്കാൻ പറ്റും, അല്ലാതെ ടാക്സ് ഈടാക്കാൻ പറ്റില്ല എന്ന് പ്രത്യേകം നമ്മളുടെ ആർട്ടിക്കിൾ 27 പറയുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ആർട്ടിക്കിൾ 28 ഫ്രീഡം ഫ്രം അറ്റൻഡിങ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ്. നമുക്കിവിടെ മതാചാരങ്ങളിലും മതവിശ്വാസങ്ങളിലൊക്കെ വിശ്വസിക്കാനും മതാചാരങ്ങൾ കൊണ്ടു നടക്കാനും അവകാശമുള്ളതുപോലെ തന്നെ ഈ മതാചാരങ്ങളിലൊന്നും ഭാഗമാകാതിരിക്കാനും നമുക്ക് അവകാശം നൽകുന്നുണ്ട്. അതാണ് ഈ ആർട്ടിക്കിൾ 28 എന്ന് പറയുന്നത്. ഇപ്പം നമ്മളുടെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഹോളി ഫണ്ടഡ് ബൈ സ്റ്റേറ്റ്, അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊന്നും ഒരു വിധത്തിലുള്ള മതാചാരങ്ങളോ മതവിശ്വാസങ്ങളോ പാടില്ല. ഇപ്പോൾ സ്കൂളുകൾ, കോളേജുകൾ, അവിടെ ഒന്നും ഒരു പൂജാരി വന്ന് ഒരു പൂജ നടത്തിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല. അതുകൊണ്ടാണ് ഈ ക്രിസ്മസ് ആഘോഷമൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിലൊന്നും ക്രിസ്മസ് ആഘോഷം ഉണ്ടാവാറില്ല. കാരണം അതൊരു മതപരമായിട്ടുള്ള ചടങ്ങാണ്. അതൊരിക്കലും ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പാടില്ല എന്ന് നമ്മളുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 28 തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരം മതാചാരങ്ങളൊക്കെ ഏതെങ്കിലും ഈ സ്റ്റേറ്റ് ഫണ്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലാതെ മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നടക്കുന്നുണ്ടെങ്കിൽ അവിടെയും നമ്മളെ നിർബന്ധിച്ച് ഒരിക്കലും ആ ഒരു മതാചാരത്തിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല. നമ്മളുടേതായിട്ടുള്ള അനുവാദത്തോടു കൂടെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ മതാചാരങ്ങളിൽ പങ്കെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു ഗവൺമെന്റ് സ്കൂളോ ഗവൺമെന്റ് കോളേജോ ആണെങ്കിൽ ഒരിക്കലും അവിടെ ഒരു മതാചാരങ്ങൾ നടക്കില്ല. പക്ഷെ ഇപ്പൊ നമ്മളുടെ ഗവൺമെന്റ് ആണ് റൺ ചെയ്യുന്ന ഒരു ട്രസ്റ്റിന്റെ കീഴിലാണ് ആ കോളേജോ സ്കൂളോ. ഇപ്പോൾ നമ്മൾ കാണാറില്ലേ ഈ ദേവസ്വത്തിന്റെ സ്കൂളൊക്കെ ഉണ്ടാവാറില്ലേ, അവിടെയൊക്കെ ചില രീതിയിലുള്ള പ്രാർത്ഥനകളൊക്കെ നടക്കാം. അവിടെ ഒന്നും നമ്മളുടെ സ്റ്റേറ്റ് ഒരു വിധത്തിലുള്ള റെസ്ട്രിക്ഷനും വെക്കുന്നില്ല. ഗവൺമെന്റ് കോളേജ് ആണെങ്കിൽ ഒരിക്കലും അവിടെ ഒരു കാര്യവും പാടില്ല. ഇപ്പോൾ ഒരു ട്രസ്റ്റ് ആണെങ്കിൽ അവിടെ ഇത്തരം ഇത്തരം ആചാരങ്ങളൊക്കെ അനുവദനീയമാണ്. പിന്നെ ഇവിടെ ചിലപ്പോൾ എയ്ഡഡ് ആയിട്ടുള്ള സ്കൂളുകളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ ഈ ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്യുന്ന സ്കൂളുകളൊക്കെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ മതാചാരങ്ങൾ നടത്താം. ഇപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ മിഷണറിമാരോ അല്ലെങ്കിൽ മുസ്ലിം സംഘടനയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചില സ്കൂളുകളൊക്കെ നടത്തുന്നുണ്ടാവുക. അവിടെയൊക്കെ അവരുടേതായിട്ടുള്ള മതാചാരങ്ങളൊക്കെ നടത്താം. പക്ഷേ അവിടെ മതാചാരങ്ങൾ നടത്താൻ അനുവാദം ഉണ്ടെങ്കിലും അവിടെ എല്ലാവരെയും കൊണ്ടുപോയിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ ഒരു മതാചാരത്തിൽ പങ്കെടുക്കണമെന്നൊന്നും അവർക്ക് പറയാൻ പറ്റില്ല. അവിടെ വോളണ്ടറി ബേസിസിൽ മാത്രമേ അത്തരം പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കെടുക്കേണ്ടതുള്ളൂ. നമ്മളോട് വന്നിട്ട് പറയാണ്, ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ സ്കൂളാണ്, അവിടെ കുർബാന നടക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും കുർബാനയിൽ നിർബന്ധമായും പങ്കെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 28 അവിടെ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പകരം ഇങ്ങനെ പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കുർബാനയിൽ വന്ന് പങ്കെടുക്കട്ടോ, ഓക്കെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പങ്കെടുത്താൽ മതി. അപ്പോൾ 4 രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഒരു ഹോളി ഫണ്ടഡ് ബൈ ദി സ്റ്റേറ്റ്, അതായത് ഗവൺമെന്റ് സ്കൂൾ, കോളേജുകൾ, ഹോസ്പിറ്റലുകൾ, അങ്ങനെയൊക്കെ ഗവൺമെന്റ് ആണ് ഫുൾ ഫണ്ടിങ് ചെയ്യുന്നത്. അവിടെ കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റഡ് ആണ്. ഒരു മതാചാരവും മതവിശ്വാസവും അവിടെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അതിനുശേഷം ബൈ സ്റ്റേറ്റ് അണ്ടർ ട്രസ്റ്റ്, ഇപ്പോൾ ദേവസ്വം ബോർഡൊക്കെ പോലെ അവിടെ പെർമിറ്റഡ് ആണ്, അനുവദിച്ചിട്ടുണ്ട്. പിന്നെ റെക്കഗ്നൈസ്ഡ് ബൈ സ്റ്റേറ്റ് അല്ലെങ്കിൽ റിസീവിങ് എയ്ഡ്, ഇവിടെയൊക്കെയും അനുവദിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെയും ഒരു വോളണ്ടറി ബേസിസിലാണ്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ,
നമ്മളോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പങ്കെടുത്താൽ മതി, അങ്ങനെയുള്ള രീതിയിലാണ്. ഇപ്പം ഞാനൊരു ഹിന്ദു ആണെങ്കിൽ പോലും ഒരു ഹിന്ദു ആചാരം അവിടെ നടക്കുമ്പോൾ ഞാൻ അവിടെ പങ്കെടുത്തേ പറ്റൂ. നീ ഹിന്ദു അല്ലേടാ എന്നൊന്നും ചോദിക്കാൻ പാടില്ല. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പങ്കെടുക്കുള്ളൂ. അതാണ് ആർട്ടിക്കിൾ 28 നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനിൽ നമ്മൾ നോക്കുമ്പോൾ ഒരേ സമയം നമുക്ക് മതവിശ്വാസത്തിൽ മുന്നോട്ട് പോകാനും മതാചാരങ്ങൾ കൊണ്ടു നടത്താനും മതത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും, ഇപ്പം മതത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ ടാക്സ് പാടില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും അതേസമയം നമുക്ക് മതവിശ്വാസത്തിൽ വിശ്വസിക്കാതിരിക്കാനും നമുക്ക് അവകാശം ഈ ഒരു ഭരണഘടന നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിലും റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനിലും ഒക്കെ വരുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. അതുവരയ്ക്കും ബൈ.